System. Option 1, 6 months once, 1 year once, 2 year once, none of the above. No, it's 6 months once. Okay, the emergency light system manually deactivating. Question. The emergency light system manually activate in option A, villas, B, hospitals, 3, industries, all of the above. Question. The emergency light system manually activated. Manually activated. Villa. Villa is manually activated. ബാക്കി എല്ലായിടത്തും ഓട്ടോമാറ്റിക് അല്ലേ? ഹോസ്പിറ്റലിലും ഇൻഡസ്ട്രിയിലും ഒക്കെ കറണ്ട് പോയ ഓട്ടോമാറ്റിക് ആയി. മാനുവലി ആക്ടിവേറ്റഡ് എന്ന് പറയുന്നത് അതൊക്കെ ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കില്ല. ഉണ്ടായിരുന്നാ അപ്പൊ അത് തട്ടേണ്ടിരിക്കുന്നു. ഓക്കെ, എമർജൻസി ലൈറ്റ് നോട്ട് റിക്വയർഡ് ഇൻ option 1, lift lobby, B, corridor, staircase, none of the above. None of the above. Distance between break glass. Question. 30 meter, 40 meters, 61 meters. None of the above. 61 meter. 61. നമുക്ക് തന്നത് ആൻസർ അങ്ങനെ 61 meter എന്ന് തന്നു വിട്ടത്. ആരെ? NFPA not more than 60 ആണ്. അപ്പോൾ 61 പറ്റില്ല. It is 40. See, as per NFPA, it should not be. Break glass to break glass, 61 meter. NFPA rule പ്രകാരം not more than 60 meter. അതുകൊണ്ടാണ് അവർ 61 meters ഓപ്ഷൻ അല്ല, അത് 30, 40 ഉണ്ട്. 40 ആണ് കറക്റ്റ്. Okay, next one. Type of wiring used for fire alarm system. Type of wiring used. Okay, Class A, Class B, Class C, Class D. Class A, അതെയോ? അപ്പൊ Class A ആണ്. അതൊന്ന് അന്ത് നമ്മൾ സിയും ഡിയിലും അത് NFPA 70 എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് കാര്യങ്ങളാണ്. 72 ആണ് ഫയർ അലാം അല്ലേ? ഈ 70 ഒത്തിരി ഉണ്ട്. സിയും ഡിയും ചോദിച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എ ബി ഇപ്പൊ ഈ ബി തന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. അത് ഇലക്ട്രിക്കൽ വയർ ആയിരിക്കണം, ഫയർ പ്രൊട്ടക്ഷൻ കേബിൾ ആയിരിക്കണം ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് കൂടുതൽ നോട്ട് ഇൻ ടെക്നിക്കൽ. അതല്ല റിട്ടേൺ ക്ലാസ് ആകുമ്പോൾ റിട്ടേൺ പറഞ്ഞാൽ ഗ്രൂപ്പ് അല്ല, അത് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അല്ല റിംഗ് ക്ലാസ് എ വയറിംഗ് പറഞ്ഞാൽ റിട്ടേൺ തന്നെ വേണം. റിംഗ് ആയിരിക്കണം. ഓ, ക്ലാസ് എ റിട്ടേൺ ആയിരിക്കണം. റിംഗ് ആയിരിക്കണം. അത് ഇലക്ട്രിക്കൽ ആയിരുന്നു ശരിയാണ്. സോക്കറ്റ് ചെയ്യുമ്പോൾ റിംഗ് ഉണ്ടായിരിക്കും. ഓ ശരി. ക്ലാസ് എ ടൈപ്പ് ഓഫ് വയറിംഗ് ആണല്ലേ? ഞാൻ അത്ര സ്ട്രോങ് അല്ല ഇലക്ട്രിക്കൽ. Anyway, size of the cable used for fire alarm is 1C 1 mm square, 2C 1 mm square, 2C 1.5 mm square, 1C 1.5 mm square, 2C 1.5 mm. So these all are simple questions, but you should be thorough with the answer. That's all. Type of the wiring used for emergency light is Class B. ഇവിടെ ഉണ്ട് ABCD തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ B is the right answer. അതെ. Maximum lex level of emergency light. Maximum 10.8. അല്ല, അതാ പറഞ്ഞ അത് ഇങ്ങനെ വരുമ്പോൾ 10.8 എന്ന് പറഞ്ഞാൽ നമ്മൾ ലെക്സ് എന്ന് പറയണം. 10.8 എന്ന് പറഞ്ഞാൽ ലെക്സിലായി. ഇവിടെ ഓപ്ഷൻ 108, 1.08, 1, none of the above. Minimum lex level. 1.0 ഇവിടെ ടിക്ക് ചെയ്തിട്ടുള്ള 1 ആണ്. 1.08 എന്ന് പറയുന്നത് 1.08 എന്ന് പറയുന്നത് 1.1 ഇതൊക്കെ ലെക്സിലല്ല പറയുന്നത്, എഫ്സിയിലെ പറയണം. അത് ഓപ്ഷൻസ് 108ഉം 1.08ഉം 1ഉം നൺ ഓഫ് ദ എബോവ് ആണ്. അപ്പൊ 1 ആണ് എന്റെ ആൻസർ. അതാ പറയുക എഫ്സിയും ലെക്സിന്റെ 10 എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ക്രോസ് ലൂപ്പിംഗ് റിക്വയർഡ് ഫോർ ഓപ്ഷൻ ഗ്രൂപ്പ് ദ ഡിവൈസസ് ഇൻ ഡിഫറെന്റ് സോൺ, ഗ്രൂപ്പ് ദ ഡിവൈസസ് ഇൻ ഡിഫറെന്റ് ലൂപ്പ്, സി ഓപ്പറേറ്ററുകളുടെ നൺ ഓഫ് ദി അബോവ്.
ഇവിടെ ടിക്ക് ചെയ്ത ആൻസർ ഗ്രൂപ്പ് ദ ഡിവൈസസ് ഇൻ ഡിഫറെന്റ് സോൺ എന്നാണ് ക്രോസ് ലൂപ്പിംഗ്. So the option is option 1. Average lux level of emergency light. ഇവിടെ ഓപ്ഷൻ ഉണ്ട് 1.08, 10.8, 108. 10.8. Okay. Trouble in fire alarm panel means option break-in loop, dust and smoke detector, control panel internal problem, all the above. ഇവിടെ all the above ടിക്ക് ചെയ്തിട്ടില്ല, പക്ഷെ any of the above ആയാലും പോരെ. Trouble in fire panel, any of the above ഇല്ല. All of the above ആണ്. അതായിരിക്കും ഇത് വളരെ കുറച്ച് സ്ക്രീൻ ചെയ്തുകൊണ്ടുള്ള ആൻസർ. അതിൽ ഈ ആൻസറിനെ കുറിച്ച് വിശ്വാസമുണ്ട്, അതിന്റെ പോലെ ഇല്ല. Trouble in emergency light panel means break-in loop, dust and smoke detector, control panel internal problem, all the above. Trouble in emergency light panel. അത് ഞാൻ കണ്ടിട്ടില്ല എമർജൻസി ലൈറ്റ് പാനൽ ഇതുവരെ. അതാണ് സെൻട്രൽ ബാറ്ററി സിസ്റ്റം. അതാണ് ഞാൻ എന്റെ പാനൽ കണ്ടിട്ടില്ല എന്നുള്ളത്. Same like adjustable panel. All the above എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്, ടിക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ all the above വരുന്നത് ബ്രേക്ക്-ഇൻ ലൂപ്പ് ആയിരിക്കാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. കൺട്രോൾ പാനൽ ഇന്റേണൽ പ്രോബ്ലം വരും, അപ്പൊ ഡസ്റ്റ് സ്മോക്ക് ഡിറ്റക്ടർ ഒന്നും വരും. അതാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് തമ്മിലിരുന്ന് ഓക്കെ. പിന്നെ ഹൈറ്റ് ഓഫ് ദ ബീം ഡിറ്റക്ടർ 9 meters, 10 meters, 100 meters, none of the above. ഞാൻ നേരത്തെ പറഞ്ഞു 9 meters. Emergency light required in each change in exit direction. Option 1 meter, 2 meter, 3 meter, not depend on change in exit direction. Question മനസ്സിലായോ? അതായത് എമർജൻസി ലൈറ്റ് റിക്വയർഡ് ഇൻ ചേഞ്ച്, ഐ മീൻ ഈച്ച് ചേഞ്ച് ഇൻ എക്സിറ്റ് ഡയറക്ഷൻ. നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോലെ ആ ചേഞ്ച് ഇൻ ഡയറക്ഷൻ അല്ലേ? ആ ചേഞ്ച് ഇൻ ഡയറക്ഷനിൽ വരുമ്പോൾ റിക്വയർഡ് ആയിട്ടുള്ളത് എത്രയാന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുള്ള 2 meter ആണ്. ഇതൊക്കെ LFP കോഡ് വെച്ചിട്ട് നോക്കണം. ഫയർ റേറ്റിംഗ് ഓഫ് എമർജൻസി ലൈറ്റ് സിസ്റ്റം ഈസ് 30 minutes, 1 hour, 3 hour. No need for fire rated cable. 3 hour ആണ് ഫയർ റേറ്റിംഗ് എമർജൻസി ലൈറ്റ് സിസ്റ്റം. പിന്നെ NFPA സ്റ്റാൻഡേർഡ് ഫോർ സ്മോക്ക് ഡിറ്റക്ടർ 72. ഓപ്ഷൻ 101 ഉണ്ട്, 110 ഉണ്ട്, 111 ഉണ്ട്, 72 ആണ്. NFPA സ്റ്റാൻഡേർഡ് ഫോർ എമർജൻസി ലൈറ്റ് 110. ഓക്കെ. മറ്റു ഓപ്ഷൻസ് 72, 101 അവിടെ കിട്ടുന്നുണ്ട്. NFPA സ്റ്റാൻഡേർഡ് ഫോർ സെൻട്രൽ ബാറ്ററി സിസ്റ്റം അത് 111. പിന്നെ NFPA സ്റ്റാൻഡേർഡ് ഫോർ എമർജൻസി ജനറേറ്റർ ഓപ്ഷൻ 72, 101, 110, 111. 111 ആണ് ഒരു ടിക്ക് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ബാറ്ററിക്കും എമർജൻസി ജനറേറ്ററും 111 ടിക്ക് ചെയ്തിട്ടുള്ളത്. Purpose of a brake class is activate the fire panel, alert security, alert 24/7. Purpose of activate the fire alarm panel. അതിനല്ല ബ്രേക്ക് ക്ലാസ്. അലർട്ട് സെക്യൂരിറ്റി അല്ല, അലർട്ട് 24/7 അല്ല. അപ്പൊ അലർട്ട് ഫയർ അലാം പാനലാണ്. സ്മോക്ക് ഡിറ്റക്ടർ മിനിമം കവറേജ് ഏരിയ ഓപ്ഷൻ 80 meter square, 90 meter square, 100 meter square. 80 meter square. Detectors used in open kitchen. Smoke detector, heat detector, multi-sensor, none of the above. Multi-sensor. അല്ല മൾട്ടി സെൻസറാ. ഓപ്പൺ കിച്ചണിൽ മൾട്ടി സെൻസറും ക്ലോസ്ഡ് കിച്ചണിൽ ഹീറ്റ് ഡിറ്റക്ടറും. The next question is detector used in closed kitchen. അതും സ്മോക്ക് ഡിറ്റക്ടർ, ഹീറ്റ് ഡിറ്റക്ടർ, മൾട്ടി സെൻസർ, none of the above ആണ്. ക്ലോസ്ഡ് കിച്ചണിലാണ് ഹീറ്റ് ഡിറ്റക്ടർ, ഓപ്പൺ കിച്ചണിലെ മൾട്ടി സെൻസർ. ഓക്കെ. NFPA സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. പിന്നെ which one is not related to fire alarm system? Smoke detection, linear heat sensing device. ഈ linear heat sensing device എന്താണെന്ന് അറിയോ? കേബിളിന്റെ മുകളിലുള്ള എക്സ്പ്ലെയിൻ ലേറ്റർ വേണ്ടി അത് നോക്കാം. ലീനിയർ ഡിറ്റക്ഷൻ സിസ്റ്റം, പിന്നെ ഗ്യാസ് ഡിറ്റക്ഷൻ സിസ്റ്റം, ഓൾ ഓഫ് ദി അബവ്. ഓൾ ഓഫ് ദി അബവ് ഉണ്ട്. ഇതിൽ ഗ്യാസ് ഡിറ്റക്ഷൻ system for the water protection, no? Linear system. The floor. ഹൈ വോൾട്ടേജ് കേബിൾ ബോർഡിന്റെ മുകളിൽ അതല്ല ലീനിയർ. ഞാൻ പറഞ്ഞത് കമ്പാക്ട് ചെയ്തത് ലീനിയർ എന്താണ് ലീനിയർ ലീനിയർ പിന്നെ ഹൈറ്റ് ഓഫ് എക്സിറ്റ് ലൈൻ ഓഫ് കോഴ്സ് യു ഹാവ് ടു നോ ഓൾ ദോസ് തിങ്സ്. 2030 ഫ്രം FFL.
which one is not related to the fire alarm system, right? Other smoke detection in the option, linear heat sensing device in the gas detection system, the all of the above. Gas detection system and answer related to fire alarm system. എയർ സാമ്പിളിംഗ് നമുക്ക് Air sampling. Air sampling is a air sampling is not a fire alarm system. It's a fire detection system. Air sampling is not fire alarm. The fire detection system is a system. Air sampling. That's ASSP. Best data system is ASSP. Height of exit light. 2030 mm from floor level. 2030 mm from exit door. 2030 mm from finished ceiling level. അത് ചോദിച്ച ക്വസ്റ്റ്യൻ What are confusing, but basically it is from the finished floor level and height will be from finished floor level. It is 2030. 2 meter 2 meter 2030 2 meter 30 centimeter. Black. 2.3 2.03. അപ്പോൾ 2 മീറ്റർ 3 centimeter. 3 centimeter. 2.30 from finished floor level ആണ് ഇത് വേണ്ട ലൈറ്റ് വേണ്ടത്. അല്ലാണ്ട് എക്സിറ്റ് ഡോറിന്ന് അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഫിനിഷ്ഡ് സീലിംഗ് ലെവൽ എന്ന് പറയാൻ പറ്റും, അതൊന്നും പറയാൻ പറ്റില്ല. ബേസിക്കലി 2030 ഫ്രം FFL. In case of the fire evacuation panel evacuates, in case of fire the evacuation panel evacuates. Option only fire door, fire floor and one above and one below, all the fire floors, all the floors. all the അല്ല only fire floor ആണ് evacuation panel exit. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ. ഇതൊന്ന് ചർച്ചയ്ക്ക് In case of main power cut off, the emergency light should on within 1 second, 10 second, 15 second. 1 second. No, by the rule it is 10 seconds. നമ്മൾ വിചാരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് മാറുന്നത്, പക്ഷേ ബൈ റൂൾ ഇറ്റ് ഈസ് 10 സെക്കൻഡ്സിനുള്ളിൽ ലൈറ്റ് കത്തിയാൽ മതി. എന്താണ് ഇപ്പോൾ ഞാൻ ഇതിൽ ടിക്ക് അടിച്ചിട്ടുള്ളത്, നിങ്ങളൊന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. മിനിമം ബാറ്ററി ബാക്കപ്പ് റിക്വയർഡ് ഫോർ ഫയർ അലാം പാനൽ ഇൻ ഫയർ കണ്ടീഷൻ. ഹാഫ് ആൻ അവർ, 1 hour, half an hour, 3 hour, 4 hour. Half an hour. That's the right answer. Minimum battery backup required for emergency light in case of power failure. 3 hours. Over 3 hours. 1 half, 3, 4. Transfer switch. Another law question. Answer: mechanical, electrical or electronics, pneumatic, all of the above. Electrical? Or electrical or electronics, pneumatic. Option D is all of the above. Transfer switch is coming in electrical. It is coming. What is the answer? All of the above. It's coming in electrical. It's coming in electronics, mechanical and pneumatic. Coming in electrical. Electrical ഉണ്ടാവും, മെക്കാനിക്കൽ ഉണ്ടാവും. All the ഇല്ല, ട്രാൻസ്ഫർ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി വരുന്നില്ലെന്നോ? pneumatic ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇതിൽ ടിക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഇഫ് ഫയർ ഫെയിലിയർ ട്രാൻസ്ഫർ സ്വിച്ച് ഗിവ് ദ ജനറേറ്റർ ടു സ്റ്റാർട്ട്. അതിന് അതാ ട്രാൻസ്ഫർ ചാർജ് മാത്രമാണോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ ടു ഇലക്ട്രിക്കലും ഉണ്ട്. എനിക്ക് ഐ എം നോട്ട് ഗോയിങ് ടു ആർഗ്യൂ ബിക്കോസ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അത് വി ഹാവ് ടു ഗെറ്റ് എ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ്. അവരോട് ടിക്ക് ചെയ്ത് വന്നിട്ടുള്ളത് ഇതാണ്. പിന്നെ സ്മോക്ക് ഡിറ്റക്ടർ all of the above ആണ്. all of the above ടിക്ക് ചെയ്തിട്ടുള്ളത്. അതായത് പമ്പിനും ഉണ്ട്. മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, പമ്പിനോ ഇലക്ട്രിക്കലും ഇലക്ട്രിക്കൽ ടു ഇലക്ട്രിക്കലാണ്. ട്രാൻസ്ഫർ സ്വിച്ചിന്റെ ഓപ്ഷൻസ് അതാണ്. ഇനി നെക്സ്റ്റ് വൺ, സ്മോക്ക് ഡിറ്റക്ടർ ഈസ് എ മസ്റ്റ് ഫോർ void ceiling. Okay, smoke detector is a must for void ceiling. Ceiling height is more than 800 mm. Option 1. Other ceiling height is below 900 mm. Option 2. C would have been none of the above. 800 mm. Ceiling height is more than 800 mm. 800 mm is smoke detector. 80 centimeter. 80 centimeter. In a normal sound is 75 dB, 85 dB, 60 dB, 90 dB. Answer is 85 dB. നോർമൽ സൗണ്ട് എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ബെല്ല് ഞാൻ അല്ലേ 95 to 100 ആണ്. ഇനിയിപ്പോ നമ്മള് സംസാരിക്കുന്ന സൗണ്ട് ആയിരിക്കും. കേൾക്കാൻ പറ്റുന്നോ? Which one is activates the fire alarm panel? ഒന്ന് option 1 smoke detection, second one linear heat sensing device, 3 gas detection system, all of the above. Which one is activates the fire alarm panel? Smoke detection, linear heat sensing device, gas detection system, all of the above. Answer is all of the above. I don't know. All of the above is the answer. So this one, I haven't typed it yet yesterday. I got it at 9 o'clock.
So once we type these questions, I can pass it, but keep it with you. Be confidential on that. Okay. പിന്നെ ഇനിയിപ്പോ നമ്മുടെ സബ്ജക്ട് FAQ നമ്മൾ കവർ ചെയ്തില്ലല്ലോ. എല്ലാവർക്കും പ്രിന്റ് ഔട്ട് വന്നിട്ടുണ്ട് FAQന്റെ. അത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് കൂടിയതാണ്. അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് സിവിൽ ഡിഫൻസിന്റെ റൂൾ ബുക്കിൽ നിന്ന് നമ്മൾ റീടൈപ്പ് ചെയ്തെടുത്തതാണ്. അതിലൊരുവിധം കുറേ കാര്യങ്ങളുണ്ട് നോട്ട് ചെയ്യുന്നത്. ഞാനതൊന്നും പറയാൻ സമയമില്ല. മിനിമം ഷാൽ, മാക്സിമം ഷാൽ, 2 ബേസ്മെന്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അല്ല, അത് നിങ്ങളുടെ ഉണ്ടല്ലോ നോട്ട്സ്. പിന്നെ ഇവിടെ ഞാനൊരു കുറച്ച് പ്രിന്റ് ഔട്ട് റിസർച്ച് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് സപ്രഷൻ സിസ്റ്റത്തില് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു. മിസ്റ്റ് സിസ്റ്റം പറഞ്ഞില്ല ഞാൻ. ഇത് അങ്ങനെയാണ് പിക്ചർ മിസ്റ്റ് സിസ്റ്റത്തിന്റെ ഫോഗ് പോലെ വരും. അപ്പോൾ ഇതൊരു മിസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ വോർട്ടെക്സ് കൊണ്ട് കമ്പനി ആയിരുന്നു ഹൈബ്രിഡ് ഗ്യാഷ്യസ് മിസ്റ്റ് സിസ്റ്റം. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കൂടി പഠിക്കും. കുറെ കമ്പനികളുടെ സെനറാണ് ഒരു വോർട്ടെക്സിന്റെ ഏജൻസി. അവരാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മിസ്റ്റ് സിസ്റ്റത്തിന്റെ വേറൊരു പിക്ചറാണത്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മുടെ കാണാൻ സാധനങ്ങളാണ്. ക്യാമറ പോലത്തെ ഒരു വേറൊന്നോ സെൻസേഴ്സ് ആണ്. എയർ സാമ്പിളിംഗ്, ഹൈ സ്പീഡ് ഏർലി വാർണിംഗ് ഡിറ്റക്ഷൻ. That is laser-based particle counter or cloud chambers. It's like a Vestas system. Vestas system is annual pipe. അതെ, അതുപോലെ തന്നെ. പക്ഷെ അത് കുറച്ച് ലേസർ വെച്ചിട്ട് തോന്നുന്നുണ്ട്. മറ്റേത് Vestas ടൈപ്പ് ഇവിടെ അനലൈസ് ചെയ്യാം. This is analyzed at some other point. Linear heat detection. Linear heat detection പറഞ്ഞാൽ നമ്മൾ linear detection explanation consists of a pair or more of wires that operate as heat detectors. When a fire occurs at any one point along their length, since conduit is not required, the installation cost can be greatly reduced. This system typically have options for a distance, location, meter to help pinpoint the source of alarm. രണ്ട് വയറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഒരു കേബിളിനോട് കൂടെ. അത് ആ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കും. അതെ, അതെ, അതിനുള്ളിൽ അതാണ് പരിപാടിയാണ് അത്. അപ്പൊ അടുത്ത് വരുമ്പോൾ എന്താ പരിപാടിയാണ്. The most common type of this is a pair of wires with an insulator set to melt at specific temperature, allowing the two wires to short and sound the alarm. It can be provided in a variety of jackets that are designed for indoor, outdoor, acoustic environment. Systems vary in length only for 2,000 feet. A fiber optic version can provide a detection up to 5 miles at a time. Again, difference of advantage. പിന്നെ ഫ്ലെയിം ഡിറ്റക്ടർ നമ്മൾ പറഞ്ഞില്ല. നമ്മൾ ബീം ഡിറ്റക്ടറിലെ പറഞ്ഞുള്ളൂ. We have flame detectors. There are a lot of other equipments, Practical questions you guys have to offer. പിന്നെ ഇതിൽ കുറച്ച് ഏരിയ കവറേജ് ഒക്കെ ഫയർ അലാമിന്റെ അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ പോയി കിട്ടും. നെറ്റിലുള്ള സെയിം കാര്യങ്ങളാണ്. റിസർച്ച് ആയിട്ട് വരുമ്പോഴുള്ള ഏരിയ കവറേജ് അല്ലെങ്കിൽ ആ ബുക്കിലുണ്ട് കേട്ടോ. ആ CD ഇല്ലേ, എവറിത്തിങ് ഉണ്ട്. കൂപ്പറിന്റെ വെബ്സൈറ്റിൽ theoretically we are done. A few things I would like to tell you. Hope you have got at least 10 to 15% of what we have done so far. But ഇത് നാളെ പുസ്തകം കൊണ്ട് കിട്ടിക്കൊണ്ട് അടച്ചോടെ വയ്ക്കരുത്. As I told you, few of you, sit together, discuss things, try to Google or try to go through the CDs and NFPA also we can get a cracked version. So if you want to go to NFPA, even site it is available. You can watch everything from NFPA site. We will not pull out. That's all. NFPA is free site. You have to register as a member. That's all. Okay, അത് വായിക്കാം. പിന്നെ എനിക്ക് പറഞ്ഞത് നമ്മുടെ ജനറൽ ആയിട്ട് കമ്പനിയിൽ വെച്ചാലേ ഒരു നീറ്റ്നെസ് ഓഫ് ജോബ് അത് നിങ്ങൾ സൈറ്റിൽ ചെയ്യേണ്ടത് വളരെ ഉണ്ടാവും. ക്ലീൻ സൈറ്റ് കഴിഞ്ഞാൽ സൈറ്റ് നീറ്റ് ആക്കുന്ന കാര്യങ്ങൾ. ദിസ് വിൽ എഫക്ട് അവർ റെപ്യൂട്ടേഷൻ. അപ്പോൾ നമ്മുടെ ഫേസ് ആണ്, കമ്പനിയുടെ ഫേസ് ആണ് നിങ്ങൾ ഓരോരുത്തരും. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സൈറ്റ് ഈസ് ക്ലീൻ once you leave. So you have to apply your professionalism there. So അവിടെ നിന്നിട്ട് തിരിച്ചു പോരുത്. പിന്നെ അതുപോലെ സൈറ്റിൽ തല്ലൂട്ടം ഇത് ഒഴിവാക്കുക. ബിക്കോസ് ഡിസിപ്ലിൻ ഈസ് എ മസ്റ്റ്. ദാറ്റ് ഓൾ റിഫ്ലെക്ട്സ് കമ്പനി ദിസ് തിങ്.
പിന്നെ ആ ജൂനിയർ ടെക്നീഷ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെർട്ട് കമൻസ് വിളിച്ചിട്ട് നമുക്ക് ഒന്ന് ചെയ്യാം. അതെ, ഡ്രൈവേഴ്സ്, വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, ഡ്രൈവേഴ്സ് ആരും വണ്ടിനെ പറ്റി കെയർ ചെയ്യുന്നില്ല. യു ഗൈസ് ഹാവ് ടു ടേക്ക് കെയർ. ബിക്കോസ് നമുക്ക് എല്ലാ ദിവസവും ഒരു വണ്ടി വർക്ക്ഷോപ്പിലാണ്. എവറി 5000 കിലോമീറ്റർ ഓയിൽ മാറ്റുക, എവറി 10,000 കിലോമീറ്റർ ഓയിൽ മാറ്റുക, അപ്പോൾ ഫിൽറ്ററും കൂടി മാറ്റുക. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അത് നിങ്ങൾ ഓയിൽ റെഗുലറായിട്ട് കറക്റ്റായിട്ട് ആരാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ദി ഓയിൽ എവറി 5,000 കിലോമീറ്റർ ആൻഡ് എവറി 10,000 കിലോമീറ്റർ യു ഹാവ് ടു ചേഞ്ച് ദ ഫിൽറ്റർ. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. പിന്നെ വണ്ടിയുടെ ഓയിൽ നോക്കുക, വാട്ടർ നോക്കുക, കൂളൻ്റ് നോക്കുക. ഇടയ്ക്കൊന്നും മീറ്ററിൽ ടെമ്പറേച്ചർ കൂടുണ്ടോ നോക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഹോട്ട് സീസണാണ്. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ടെമ്പറേച്ചർ ഇസ് വിത്തിൻ ലിമിറ്റ്സ്. പിന്നെ ടയർ പ്രഷർ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ ഒരു 40,000 അബവ് ഗിയർ ഓയിൽ മാറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ, അത് ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ ഗിയർ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയാം.